നമ്മളൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും അഡൽട്ട് റിലേഷൻഷിപ്സ് ആണെങ്കിലും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്കല്ലേ. ഒത്തിരി പേര് പറയുന്നത് കേൾക്കാറുണ്ട്, ആരെ വിശ്വസിക്കണം എന്നറിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതൊന്നും റെസിപ്രൊക്കേറ്റഡ് ആവുന്നില്ല. സോ ഈ അടുത്ത ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, നമ്മൾ കുറേ കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നു, പക്ഷേ ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. അത് കാരണം വളരെ ബുദ്ധിമുട്ടാണ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് ബിൽഡ് ചെയ്യാനെന്ന്. സോ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. ഞാൻ ഡോക്ടർ നിവ ജേക്കബ്, സൈക്കാട്രിസ്റ്റ് ആണ്. നമ്മുടെ പല റിലേഷൻഷിപ്സും നമ്മുടെ തന്നെ ഓരോ ക്യാരക്ടറിനെയും ട്രീറ്റ്സിനെയും ബന്ധപ്പെട്ടിരിക്കും മിക്കവാറും. ഇപ്പോൾ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആണ് മറ്റുള്ളവരിലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്സിലും ഫ്രണ്ട്ഷിപ്സിലും അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ബെറ്റർ റിലേഷൻഷിപ്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കണമെങ്കിൽ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യൂർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഒരു സെൽഫിൽ സെക്യൂർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോം ചെയ്യുന്ന റിലേഷൻഷിപ്സും സെക്യൂർ ആയിരിക്കും ആൻഡ് അത് കുറേ കൂടെ ഹെൽത്തിയർ ആകാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം നമുക്ക് റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുക? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൂടുതൽ ഫ്രണ്ട്സും വരുന്നത് കോളേജിൽ നിന്നും സ്കൂൾസിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഒരു എൻവയൺമെൻറ്റിൽ സ്റ്റക്കാണ്. അപ്പോൾ നമ്മുടെ സിമിലർ ഇൻട്രസ്റ്റും കാര്യങ്ങളുള്ള ആൾക്കാർ കാണാനും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങാനും ചെയ്യാനും ഒക്കെ ഈസിയാണ്. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീടുകളിലോട്ട് ഒതുങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോലി സ്ഥലത്തായിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആൾക്കാർ കുറവായിരിക്കും. പിന്നെ നമ്മളോട് ആര് സംസാരിക്കുന്നു അവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആവണമെന്നില്ല, കൊളീഗ്സ് ഫ്രണ്ട്സ് അല്ല. അതിൽ ചില ആളുകൾ മാത്രമേ നമ്മൾ കണക്റ്റഡ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ വൈബ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ പറയാറുണ്ട് ബാക്ക് സ്റ്റാപ്പ് ചെയ്തു, അല്ലെങ്കിൽ അത് ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരങ്ങനെ ആയിരിക്കില്ല, അവരൊരു ഫ്രണ്ടായിട്ടായിരിക്കില്ല കാണുന്നത്, നിങ്ങൾ ഫ്രണ്ടായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ കൊളീഗ്സിനെ അങ്ങനെ കാണാനും അല്ലാതെ ഉള്ള ഫ്രണ്ട്സിനെ അങ്ങനെ കാണാനും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കുറേ ആളുകൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രണ്ട്ഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും പുതിയത് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ കട്ട് ഓഫ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ പേര് പറയുക കല്യാണം കഴിക്കാതിരിക്കുന്ന കാരണം കല്യാണം കഴിച്ചവരെല്ലാം അവരുടെ ഫാമിലീസിൽ സെറ്റിൽഡ് ആയിപ്പോയി, അപ്പോൾ അവരുമായിട്ട് കണക്ഷൻ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് പോയ ആൾക്കാർ പറയും എനിക്ക് മറ്റേ ആൾക്കാരോട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ റിലേറ്റബിൾ ടോപ്പിക്സ് കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല, കൂടുതൽ ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ കുറേ റീസൺസ് വരാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മളൊരു ഹൗസ് ബോഡി ആണെന്നുണ്ടെങ്കിൽ മറ്റേ ആൾ പുറത്ത് പോകാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അങ്ങനെ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്സും കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ബിൽഡ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല, ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്, അതും നമ്മുടെ ഒരു റിലേഷൻഷിപ്പിനെയും ഫ്രണ്ട്ഷിപ്പിനെയും ഒക്കെ ബാധിക്കും. കാര്യം കുറേ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്സിൽ നിന്ന് ബാക്ക് സ്റ്റാബ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊതുവേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ഒരു ട്രസ്റ്റ് ചെയ്ത് ഒരു ഫ്രണ്ട് ആവുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുക എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓണസ്റ്റ് അല്ലെങ്കിൽ ഒരു ജെനുവിൻ കണക്ഷൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിലോട്ട് വീണ്ടും പോവാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ റിലേഷൻഷിപ്സും ഫ്രണ്ട്ഷിപ്സും ഡിഫിക്കൾട്ട് ആവുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സെക്യൂർ ആവുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്സും റിലേഷൻഷിപ്സും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സെക്യൂർ ആവണം. അപ്പോൾ സെക്യൂർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവെയർ ആയിരിക്കുക, നമ്മുടെ തന്നെ വാല്യൂസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കുക. ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ഡിമാൻഡ് ചെയ്യുന്നത് സെയിം തിങ്സ് ആവണമെന്നില്ല. ചില ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് നോക്കുന്നത് ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ ആയിരിക്കും നോക്കുന്നത്. ചില ആൾക്കാർക്ക് ചുമ്മാ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ആയിരിക്കും നോക്കുന്നത്. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളതായിരിക്കും. ചില ആൾക്കാർക്ക് എന്താ പറയുക, അവരുടെ വാല്യൂസ് ഡിഫറെൻ്റ് ആണെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ നമ്മുടെ ഒരു റിലീജിയസ് പൊളിറ്റിക്കൽ വ്യൂസ് പോലും ഇതിലൊക്കെ പ്രശ്നങ്ങളായി വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ, ആൻഡ് നമ്മുടെ തന്നെ വാല്യൂസ് അത്യാവശ്യം സ്റ്റേബിൾ ആണോ നോക്കുക. അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കും ഇത്തിരി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് തോന്നും അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി സെൽഫ് അവെയർ ആയിട്ട് എന്താണ് നിങ്ങൾ നോക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് അതുപോലുള്ള കണക്ഷൻസ് കിട്ടാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോഷ്യലൈസേഷനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ വർക്ക് ഫ്രം ഹോം മാത്രമാണെങ്കിൽ നമ്മുടെ സോഷ്യലൈസേഷൻ്റെ സാധ്യതകൾ കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഈ പുറത്തോട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോഴും, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബുക്ക് വായിച്ചിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒരു ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കണക്ഷൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഒരു ബുക്ക് റീഡിംഗ് ക്ലബിലോ ഒക്കെ പോവുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കൂടുതൽ ചാൻസ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ട്രെക്കിങ്ങിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പോവുക. അപ്പോൾ അവിടെ നിങ്ങളെപ്പോലത്തെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കിട്ടും. അപ്പോൾ അവരുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റും.
ഇപ്പം നിങ്ങൾക്ക് ഒരു കഫേ ഹോപ്പിംഗ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരം ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക. അപ്പോൾ എന്നിട്ട് ആൾക്കാരായിട്ട് മിണ്ടാൻ ശ്രമിക്കണം. ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എന്നാലും ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ച് സിമ്പിളായിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് ഒരുപാടല്ല കേട്ടോ, നിങ്ങളുടെ ഫുൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയടിക്ക് വരാൻ ഞാൻ പറയത്തില്ല, പക്ഷേ കുറച്ചൊന്ന് ട്രൈ ചെയ്യുക. ഇപ്പം നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് സംസാരിച്ച് നോക്കുക. പക്ഷേ എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യണം എന്നും പറയാൻ പറ്റില്ല, കാലം അങ്ങനെയാണ്. പക്ഷേ എന്നാലും കുറച്ചൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വൈബ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ സംസാരിക്കുക. ആൻഡ് ചില ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കുക. ചിലപ്പോൾ അവരുമായിട്ട് നിങ്ങൾ ലൈഫ് ലോങ് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരം റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റാറുണ്ട് അല്ലേ. സോ അങ്ങനെ നോക്കുക. അങ്ങനെ നമ്മുടെ സർക്കിൾ വലുതാക്കുക. ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക. കുറച്ചുകൂടെ പുറത്തോട്ടൊക്കെ ഇറങ്ങുക. ഇപ്പോൾ ജിമ്മിൽ പോകുന്നവർ, അവിടെ ഒരു സോഷ്യലൈസേഷൻ. ഇപ്പോൾ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ എവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നോ അവിടെയൊക്കെ പോയി നോക്കുക, ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാര്യം നമുക്ക് അവസരങ്ങൾ കുറവാണ്. പണ്ടത്തെ പോലെ നമ്മളൊരു സ്കൂളിലോ കോളേജിലോ അടച്ചിട്ടിരിക്കുമല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പതിയെ ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ മതി. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സംസാരിച്ച് പതിയെ നമുക്ക് അവർ ട്രസ്റ്റ് വർത്തിയാണെന്ന് തോന്നുവാണെങ്കിൽ അവരെ ട്രസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മളും ട്രസ്റ്റ് വർത്തിയാണെന്ന് അവർക്ക് തോന്നണം. അപ്പോൾ അതിനുള്ളൊരു കണക്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വൾണറബിൾ ആയിട്ടുള്ള ടോക്സും കാര്യങ്ങളും, നമ്മൾ കുറച്ച് ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവർക്കും അത് തോന്നും. അവർ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ കംപ്ലീറ്റ്ലി ഓപ്പൺ അപ്പ് ചെയ്ത് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും പറയുക, നിങ്ങളുടെ എല്ലാ വൾണറബിലിറ്റീസും ബേർഡൻസും അവിടെ ഇടുക, അതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ കുറച്ച് വൾണറബിളായിട്ട് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നോക്കുക. അതിൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ട്രോമാസ് എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യാമെന്നല്ല പറയുന്നത്, പക്ഷേ ഓണസ്റ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പതിയെ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കണക്ഷൻ നിങ്ങൾ തുടങ്ങി എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് മ്യൂച്വൽ എഫേർട്ട് ഇടണം അല്ലേ. എപ്പോഴും അത് മറ്റേ ആളുടെ ഒരു എഫേർട്ട് മാത്രമാണെന്ന് വിചാരിക്കാതിരിക്കുക. അപ്പോൾ രണ്ടുപേരും എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഒരു കാര്യം മുന്നോട്ട് പോകത്തുള്ളൂ. എസ്പെഷ്യലി നമ്മളെല്ലാം ഒരു ഹസിൽ വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു മ്യൂച്വൽ എഫേർട്ട് ഇട്ടിട്ട് അത് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ മാത്രമാണ് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് വോക്ക് ഔട്ട്. എപ്പോഴും ഒരാൾ മാത്രം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ഹെൽത്തി ആയിട്ട് പോകത്തില്ല. മറ്റേ ആളാണെങ്കിലും എഫേർട്ട് ഇടുന്നത് അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഫേർട്ട് ഇടുക. അവരുടെ പ്രശ്നങ്ങളിൽ കുറേ കൂടെ സപ്പോർട്ടീവായിട്ടിരിക്കുക, ഒരു എംപതി കാണിക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതാണ്. ഇപ്പോൾ വളരെ ചാമിങ് ആയിട്ട് വന്നിട്ട് പിന്നീട് ഒന്നും മിണ്ടാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പിന്നീട് അത്രയും എഫെക്ഷൻ ഒന്നും കാണിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെറ്റർ അത് അങ്ങനെ തന്നെ ഒരു അക്വൈൻറ്റൻസ് ആയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു വലിയൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് പോകാനൊക്കെ സാധ്യത കുറവാണ്. അതെല്ലാം നോക്കുക. നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിങ്ങോട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ആൻഡ് ഓവർ ഡെലിവറും ചെയ്യാതിരിക്കുക, അണ്ടർ ഡെലിവറും ചെയ്യാതിരിക്കുക. പിന്നെ ചില ആളുകളുണ്ട് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആകാൻ തുടങ്ങും. ഇയാളില്ലെങ്കിൽ എനിക്ക് ഈ ലൈഫ് ഇല്ലാത്ത രീതിയിൽ. അത് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും അതൊരു ടോക്സിക് ആവാനുള്ള സാധ്യതയുള്ളതാണ്. നമുക്ക് നമ്മുടേതായ ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫ് ഉണ്ടാവണം, ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവണം. അതിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് പോകും. പിന്നെ ഇപ്പം അതേപോലെ തന്നെ നമ്മൾ അവരെ ഫിക്സ് ചെയ്യാനും നിൽക്കരുത്. അവർക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കാം എന്നും പറഞ്ഞൊരു ഫിക്സറായിട്ടും പോകാൻ നിൽക്കേണ്ട. ഡിപ്പെൻഡ് ചെയ്യുന്നതും ഫിക്സ് ചെയ്യാൻ നിൽക്കുന്നതും അത് രണ്ടും പ്രശ്നമായിട്ട് വരാറ്. നമ്മുടെ ഇമോഷൻസ് ഫുൾഫിൽ ആവുന്നുണ്ടോ, അതോ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണോ, പൊസസീവ് ആവുന്നുണ്ടോ, അതൊക്കെ കൂടെ നോക്കുക. അത് നമ്മളും ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ അടുത്ത്. അതൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്സും റിലേഷൻഷിപ്സും ഒക്കെ ഗ്രോ ചെയ്യുക. എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വൺ സൈഡഡ് ആയിട്ട് പോകരുതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷെയർഡ് ആയിരിക്കണം അല്ലേ, ഒരു ഗ്രോത്ത് വന്നിട്ട്. ഇപ്പോൾ നമ്മളൊരു ജോലി സ്ഥലത്താണെങ്കിൽ കൂടെ, ഇപ്പോൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടെ മറ്റുള്ളവരുടെ ഇതിൽ നമുക്കൊരു കുശുമ്പ് തോന്നി, അല്ലെങ്കിൽ അത് കോമ്പറ്റീറ്റീവായിട്ട് വെച്ച് ചെറിയ കോമ്പറ്റീഷനൊക്കെ എല്ലാവർക്കും ആവാം. പക്ഷേ അത് നമ്മൾ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ മേ ബി വിഷമിച്ച് കരഞ്ഞിരിക്കാതെ അത് മനസ്സിലാക്കി അതിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് വളരെ നല്ലതായിരിക്കും. മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇമോഷണൽ റെഗുലേഷനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ ഇമോഷണൽ റെഗുലേഷൻ വന്നിട്ട് സെക്യൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ കൂടുതലായിരിക്കും. ഇമോഷണൽ റെഗുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അഡൾട്ടായിട്ടിരിക്കുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് അഡൾട്ട്സിന് എന്നല്ല, എല്ലാവർക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അഡൾട്ട്സിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് സാമ്പിൾ സൈസ് വളരെ കുറവാണ്. നമുക്ക് ഒത്തിരി പേരില്ല നമുക്കങ്ങനെ എന്താ പറയുക റിസ്ക് എടുക്കാൻ മാത്രം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആ ഇമോഷണൽ റെഗുലേഷൻ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ ഒരു ഡിസ്കഷൻ നടക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര ഇമ്പൾസീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഇമ്പൾസീവായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ ചില കാര്യങ്ങൾ ഇതിൽ പോസ് ചെയ്തിട്ട് ഇതിന് എൻ്റെ ഒരു റെസ്പോൺസ് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഡസ് ഇറ്റ് ഡിസേർവ് എ റെസ്പോൺസ്
എന്ന് ഒന്ന് ആലോചിക്കുക. എന്നിട്ട് നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കൊരു ക്രിറ്റിസിസം കൊടുക്കാൻ ആഗ്രഹമുണ്ട്, അതൊരു ഹെൽത്തി ക്രിറ്റിസിസം ആണ്, പക്ഷെ മറ്റേ ആൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും അവിടെ റെലവൻ്റ് ആണോ ഇല്ലയോ നോക്കുക. ഇനി റെലവൻ്റ് ആണെങ്കിൽ അത് കൺസ്ട്രക്റ്റീവായിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ കൺസ്ട്രക്റ്റീവായിട്ട് കൊടുക്കുന്നത് ഓക്കെ, അത് മറ്റേ ആൾക്ക് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഒരു പ്രോബ്ലമാണ് അല്ലേ. ഇപ്പോൾ ചില ആളുകൾക്ക് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഇഷ്ടമാണ്, മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കുക. അപ്പോൾ ഈ നമ്മളെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ വല്ലപ്പോഴും കൊടുക്കുന്നത് ഓക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ റിസീവിങ് എൻഡിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒട്ടും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിറ്റിസിസം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഇമോഷണൽ റെഗുലേഷൻ്റെ പ്രോബ്ലം ആയിരിക്കാം. ചിലപ്പോൾ അയാൾ നല്ലൊരു കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കാം പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ഭയങ്കര ഡിഫെൻസീവായിട്ടാണ് എടുക്കുന്നത്. നിങ്ങളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഭയങ്കര ഡിഫെൻസീവായിട്ട് ഇല്ല അതങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റിയാക്ഷൻ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്കതൊരു ബുദ്ധിമുട്ടാകും. ചില ആൾക്കാരത് വിട്ടുകളയും, ചില ആൾക്കാരത് മനസ്സിൽ വെക്കും, അല്ലെങ്കിൽ അത് അയാൾക്ക് ഹേർട്ടാവും. പക്ഷേ ഇതിങ്ങനെ ഒരു റെപ്പറ്റേറ്റീവ് പാറ്റേൺ ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിലും മറ്റേ ആൾ നിങ്ങളെ വിട്ടിട്ട് പോകും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ആൾ പിന്നെ ഇതൊന്നും പറയാതെയാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു റിയാക്ഷൻസ്, നമ്മുടെ ഒരു റെസ്പോൺസസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കണം. കാര്യം നമ്മൾ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നതാണ് എന്നൊരു മോഡൽ ഡിഫെൻസീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടൊരു ബോംബ് പോലെ വന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, സ്നേഹം, കാര്യങ്ങൾ, പിന്നെ ഒരു മൈൻഡും ഇല്ല, പിന്നെ കുറേ നാളുകൾ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം വരുന്നു, അതത്ര നല്ലൊരു കാര്യമായിരിക്കില്ല. പിന്നെ ഡിപ്പെൻഡൻസി നമ്മൾ മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കൊടുക്കുക. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. പിന്നെ നമ്മൾ പറയുമല്ലോ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോകാൻ പറ്റുന്ന ഒരാൾ, പക്ഷേ അയാൾക്കൊരു പ്രശ്നം വരുമ്പോഴും നമ്മുടെ അടുത്ത് വരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മറ്റേ ആൾ ഓവർവെൽം ചെയ്യാതിരിക്കുക. ഇപ്പോൾ ചില ആളുകൾ പറയും ഫ്രണ്ട്സ് തെറപ്പിസ്റ്റ് ആണെന്ന രീതിയിലൊക്കെ, പക്ഷെ അതങ്ങനെ അല്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ഇമോഷൻസ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം എന്നില്ല. ചില ആൾക്കാർ ഭയങ്കര ഓവർവെൽം ഉണ്ടാവും. ഒരു പ്രൊഫഷണൽ വേയിലല്ലല്ലോ അവരെടുക്കുന്നത്, അവർക്ക് നിങ്ങളെ നാളെ ഫ്രണ്ടായിട്ട് കാണേണ്ടതല്ലേ. അപ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവും. അപ്പോൾ ഇവർ ചിലപ്പോൾ അത് പറ്റുന്നില്ല, താങ്ങുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ അത് നോക്കുക. അതൊക്കെ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്സിൻ്റെ ഒരു ബൗണ്ടറീസ് നോക്കുക. ആൻഡ് ബൗണ്ടറീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുക. ചില കാര്യങ്ങളിൽ നമ്മൾ നോ പറയേണ്ടി തന്നെ വരും, അത് പറയുക. ചില കാര്യങ്ങൾ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ അത് പറയുക. അത് നമ്മളിങ്ങനെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതല്ല. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മതിൽ കെട്ടി ഒരു ഗേറ്റ് വെക്കുന്ന പോലെയാണ്. നമ്മുടെ സംഭവങ്ങൾ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, അവരുടെ സാധനങ്ങളും അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഗേറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ കയറി വരാം, എന്നിട്ട് നമുക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ നമുക്ക് ഇറക്കി വിടാം. അതാണ് ആ ഒരു ബൗണ്ടറിയുടെ ഒരു ഇമ്പോർട്ടൻസ്. അല്ലാതെ ഒരാൾ ഒരിക്കലും കയറ്റി വിടാതിരിക്കാൻ ഒരു മതിൽ കെട്ടി ഫുൾ അടച്ചു കളയുന്നതല്ല. ആ ഒരു ഗേറ്റ് ഉണ്ട് അവിടെ. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആർക്ക് വേണേൽ വരാം, എന്ത് വേണേൽ എടുക്കാൻ പോവാം, ആ ഒരു രീതിയിലല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അത് നമുക്കും ഹെൽത്തിയാണ്, അവർക്കും ഹെൽത്തി ആയിട്ടിരിക്കും. ബൗണ്ടറീസ് അത് ബിൽഡ് ചെയ്യാൻ നോക്കുക. നോ പറയാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ബൗണ്ടറീസ് വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബേൺ ഔട്ട് ആവും അല്ലേ. കുറേ കാര്യങ്ങൾ, എല്ലാ കാര്യത്തിനും നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ആവരുത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിത് മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് അവസാനം ഒരു റിസെൻമെൻറ്റ് ബിൽഡാവും. അത് കഴിഞ്ഞ് നമ്മൾ ബേൺ ഔട്ടായി പോകും. അത് പ്രശ്നമായിട്ട് വരും. അതേപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ജേർണലിങ്ങും മൈൻഡ്ഫുൾനെസ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു അവയർനെസ് കിട്ടും. നമുക്ക് ആ ഒരു സെൽഫ് റെഗുലേഷനൊക്കെ കുറച്ചുകൂടെ അവസരങ്ങൾ കിട്ടും. അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്സിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടേക്കാണ് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത്, നമ്മുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്, നമ്മുടെ ഗുഡ് പോയിന്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെ മനസ്സിലാക്കി അത് എൻഹാൻസ് ചെയ്യാനും വീക്ക്നെസ്സസിൽ വർക്ക് ചെയ്യാനും പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തെറപ്പി എടുത്തിട്ടൊക്കെ അതിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ചില ആളുകൾ പറയാറുണ്ട് ഞാൻ കുഞ്ഞു കാര്യങ്ങളിൽ വരെ അപ്സെറ്റ് ആവും. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തേനെ, പക്ഷെ അവരെനിക്ക് ചെയ്തു തന്നില്ല, അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്ന്. ചിലപ്പോൾ അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല മറ്റേ ആൾക്കാർ, പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് അത്ര ഹേർട്ട് ആവുന്നു അല്ലെങ്കിൽ അത്ര ഫീൽ ആവുന്നു എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൽ വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ. പിന്നെ ഈ ജേർണലിങ് കാര്യങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ അന്ന് ആ ഹോൾ ഡേ നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തി എന്ന് മനസ്സിലാക്കാൻ, മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ് കൂടെ മനസ്സിലാക്കാൻ ആ ജേർണലിങ്ങും മൈൻഡ്ഫുൾനെസ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചൂസ് യുവർ ബാറ്റിൽസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയാൻ, എല്ലാ കാര്യങ്ങളും കയറി ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡിഫെൻസീവായിട്ട് നിൽക്കാതെ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും പെറുക്കിയെടുക്കാതെ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം വഴക്കിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് നിൽക്കത്തില്ല. പിന്നെ ക്ഷമിക്കാൻ പഠിക്കുക. കുറേ കാര്യങ്ങൾ ഫൊഗവ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഫൊഗറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വരാം ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട്, പക്ഷേ ഫൊഗവ് ചെയ്യാൻ പഠിക്കുക. കാര്യം നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, എല്ലാവർക്കും തെറ്റുപറ്റും. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ നാളെ മറ്റുള്ളവർ ക്ഷമിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ
തെറ്റുകളിലും ക്ഷമിച്ച് ശീലിക്കണം. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക, ആ സമയത്ത് തന്നെ ഓടിപ്പോയി അയാളെക്കുറിച്ച് വേറെ ആൾക്കാരുടെ അടുത്ത് കുറ്റം പറയുക, ഗോസിപ്പ് ചെയ്യുക, ഇമ്പൾസീവായിട്ട് റിയാക്ട് ചെയ്യുക, അതൊക്കെ നിങ്ങളെ ഒരു ബാഡ് ഫ്രണ്ട് ആക്കി ചിത്രീകരിക്കത്തേ ഉള്ളൂ. കാര്യം ഇപ്പോൾ നിങ്ങൾ വേറൊരാളുടെ അടുത്താണ് നിങ്ങൾ മറ്റുള്ളവർ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഗോസിപ്പ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു പിക്ചർ അതാ വരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരാൾ പിന്നെ ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കത്തില്ല. അതൊക്കെ കൂടെ നിങ്ങൾ ആലോചിക്കണം. പിന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു റിലേഷൻഷിപ്സിൽ വന്നിട്ട് നമ്മുടെ പേരൻസായിട്ട് വേറെ പ്രായമുള്ള ആൾക്കാരായിട്ട് നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ജനറേഷണൽ ഡിഫറൻസസ് ഉണ്ടാവും. അത് കുറച്ചുകൂടെ എമ്പതിയോടുകൂടി ഹാൻഡിൽ ചെയ്യുക. കാര്യം അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ പ്രാക്ടീസസ് നിന്നും അവരുടെ ലേൺഡ് കാര്യങ്ങളിൽ നിന്നും ആയിരിക്കും വരുന്നത്. ഇപ്പോൾ മില്ലീനിയൽ ആയിട്ടുള്ള ഒരാൾക്ക് ജെൻസി ആയിട്ടുള്ള ആൾക്കായിട്ട് കുറേ കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അല്ലേ. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ ഭയങ്കരമായിട്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര നല്ലതായിരിക്കില്ല. കാര്യം അവരുടെ രീതിയിൽ നോക്കുമ്പോൾ അത് നല്ലതാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അതേപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർക്ക് ഉള്ളത് അവരുടെ ഒരു ഐഡിയ കാര്യങ്ങൾ അത് ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു ട്വീക്ക് ചെയ്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ എമ്പതിയോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ നോക്കും. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര അസേർട്ടീവായിട്ട് ബിഹേവ് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് തന്നെ പറയാം. ചില ആൾക്കാർ പറയും പിയർ പ്രഷർ കാരണം സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നവരുണ്ട്, മദ്യപിക്കുക, സ്മോക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. അവിടെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാൻ തന്നെ പറ്റണം. ഇനിയിപ്പോൾ ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്സ് കട്ട് ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെ ബാഡ് ഇൻഫ്ലുവൻസസ് ഉണ്ടെങ്കിൽ അവിടെ അസേർട്ടീവ് ആകുക. ഇനിയിപ്പോൾ ഒരു ടെൻഷൻ കൂടി, ഒരു വഴക്കൊക്കെ കൂടി പോയി, മറ്റേ ആൾക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തു, അയാൾ ഭയങ്കര ദേഷ്യപ്പെട്ടു, മറ്റേ ആൾക്ക് പറ്റുമെങ്കിൽ ഓക്കെ അത് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു സിറ്റുവേഷൻ ഇച്ചിരി ഡീഎസ്കലേറ്റ് ചെയ്യാൻ നോക്കാം. വല്ല ഹ്യൂമറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഡിസ്ട്രാക്ട് ചെയ്ത് അത് കുറച്ച് ആ ഒരു ടെൻഷൻ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ. ആൻഡ് നമ്മുടെ അഡൾട്ട് റിലേഷൻഷിപ്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ് കുറേ പേഷ്യൻസോടുകൂടെ, കുറേ എമ്പതിയോടുകൂടെ, കുറേ ഇമോഷണൽ റെഗുലേഷൻ ആൻഡ് സെൽഫ് അവെയർനെസ് ഇതെല്ലാം കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സിനോട് കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചേർക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾ ഫ്രണ്ട്സ് ആവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വഴക്കിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ക്ഷമിക്കുക, കുറേയൊക്കെ പേഷ്യൻസ് ആവശ്യമാണ്. ഹ്യൂമൻ ബീങ്സ് അല്ലേ, നമുക്കൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ക്ഷമിക്കുക, നമ്മളുടെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ക്രിറ്റിസിസം എടുക്കാൻ നോക്കുക. ഹെൽത്തി ക്രിറ്റിസിസം എപ്പോഴും നല്ലതാണ്. നമ്മൾ ഒരു ബെറ്റർ പേഴ്സൺ ആകാൻ അത് ഹെൽപ്പ് ചെയ്യും. ഒരു ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മളുടെ തന്നെ കുറേ പ്രോബ്ലംസ് അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. നല്ല ഫ്രണ്ട്സ് ചിലപ്പോൾ നമുക്കത് വളരെ ഹെൽത്തി ആയിട്ട് ഒരു പേഴ്സൺ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. സോ ട്രൈ ചെയ്യുക. That's all about this video. So if you like it, press the like button, share and subscribe to my channel. Thank you.